കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. പത്താംഗ് ബ്ലോക്കിന് പുറത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണുകൾ. ഒരാഴ്ചക്കിടെ ജയിലിൽ നിന്ന് പിടികൂടിയത് 5 ഫോണുകളാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം എന്താണ് ചെയ്യുന്നത് നിഖിൽ? ബിനിൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഉദ്യോഗസ്ഥർ പരിശോധനകൾ കർശനമാക്കിയതോടുകൂടിയാണ് ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗവും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉപയോഗവും വ്യാപകമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 മൊബൈൽ ഫോണുകളാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഈ സെല്ലുകൾക്കകത്തായിരുന്നു ഇവർ മൊബൈൽ ഫോണുകൾ സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഇതിപ്പോൾ സെല്ലുകൾക്ക് പുറത്തേക്ക് പോകുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. അതായത് എല്ലാ സെല്ലുകളിലും ഉദ്യോഗസ്ഥർ കർശനമായ നിരീക്ഷണവും ഒപ്പം തന്നെ പരിശോധനകളും ഇടവേളകളിൽ പരിശോധനകളും നടത്തുന്നതോടുകൂടി ഈ മൊബൈൽ ഫോണുകൾ പിടിക്കപ്പെടുമെന്ന് വന്നതോടുകൂടി സെല്ലുകൾക്ക് പുറത്ത് സുരക്ഷിത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ സൂക്ഷിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നിരന്തരം മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ചാർജറുകൾ, ഇയർഫോണുകൾ തുടങ്ങിയവയെല്ലാം തന്നെ പിടിച്ചെടുക്കുന്നു. സ്മാർട്ട് വാച്ചുകൾ പിടിച്ചെടുക്കുന്നു. ഇതെല്ലാം പിടിച്ചെടുക്കുമ്പോഴും ഇതെങ്ങനെ ജയിലിനകത്തേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയമായി നിൽക്കുന്നത്. കാരണം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ജയിലിലേക്ക് എങ്ങനെയാണ് ഈ വസ്തുക്കൾ ഇവർ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ജയിൽ അധികൃതർ കൃത്യമായ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത് തടയിടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ സെൻട്രൽ ജയിലിലേക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾ എത്തുന്നത് ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയും മറ്റും തിരിച്ചെത്തിക്കുന്ന സമയത്താണ്. പക്ഷേ ഇവർ ഈ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയിലേക്കുള്ള യാത്രാമധ്യയോ ഒക്കെയായി ഇവർക്ക് സാധനങ്ങൾ പുറത്തുള്ള ആളുകൾ കൈമാറുന്നുണ്ട്, ഈ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ. പക്ഷേ അത് സെൻട്രൽ ജയിലിനകത്തേക്ക് കയറുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കും ഒരു വ്യക്തത ഇപ്പോഴും വരുന്നില്ല. കാരണം ഇത്രയും സുരക്ഷയുള്ള സ്ഥലമാണ്. കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഈ തടവുകാരെ പിന്നീട് ബ്ലോക്കുകളിലേക്ക് മാറ്റുന്നത്. ജയിൽ കവാടം കടന്ന് ഈ സെൻട്രൽ ജയിലിനകത്തേക്ക് എത്തുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് പോലും ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് എന്താ എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. ഇതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം പല വിധത്തിൽ ഈ സ്വർണ്ണക്കടത്തിനൊക്കെ സമാനമായ രീതിയിലുള്ള ചില രീതികൾ ഈ തടവുകാർ ഉപയോഗിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ അകത്തേക്ക് എത്തിക്കാൻ എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അത്തരം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പരിശോധിക്കാൻ ജയിലധികൃതർക്ക് അവരുടേതായ തടസ്സങ്ങളുണ്ട്. അതിന് പകരം ഒരു സ്കാനർ പോലും, മെറ്റൽ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഈ മെറ്റൽ സ്കാനറുകൾ പോലുള്ളവ ഇല്ലാത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെ മൊബൈൽ കടത്തുന്നതിന് സഹായകമാകുന്നുണ്ട് എന്ന ഒരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിന്റെ ജയിൽ അധികൃതരുടെ പട്രോളിങ്ങിനിടെ അല്ലെങ്കിൽ അവരുടെ പരിശോധനകൾക്കിടെ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഈ എങ്ങനെ മൊബൈൽ ഫോണുകൾ അകത്ത് കൊണ്ടുവരുന്നു എന്ന് കണ്ടെത്താനായിട്ട് അവർക്ക് ഇതുവരെ സാധിക്കുന്നില്ല എന്നുള്ളത് ജയിൽ വകുപ്പ് കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കണം. ജയിൽ വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.